നേരെ മറിച്ച് ഇത്രയും സമയമായി എഴുന്നേറ്റില്ല. ഇനി എന്തെല്ലാം ജോലികൾ ചെയ്ത് തീർക്കാനുണ്ട്, എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാറുണ്ട്. ഇതിനൊക്കെ എന്ത് കാണിച്ചു നിൽക്കണം, ഉറങ്ങണമെന്ന് അറിയത്തില്ല. ഞാൻ എഴുന്നേക്കുന്നില്ലടാ. നേരെ മറിച്ച് ഇത്രയും സമയമായി എന്ത് ചെയ്യാനാ? ഞാൻ എഴുന്നേക്കുന്നില്ല. മണി 10 കഴിഞ്ഞ് എഴുന്നേക്കുന്നില്ലേടാ? ഞാൻ ഇപ്പൊ ശരിയാക്കി തരാം കേട്ടോ. മോനെ നീ വ്ലോഗൊന്നും ചെയ്യുന്നില്ലേ ഇന്ന്? ഹലോ ഗൈസ്, നമ്മളിന്ന് സംസാരിക്കുന്നത് എമ്പുരാൻ സിനിമയെ പറ്റിയാണ്. 3 മണിക്കൂറുള്ള സിനിമ വെറും 3 മിനിറ്റായി മാറിപ്പോകുന്നുള്ള സംശയത്തിലാണ്. എന്തായാലും എമ്പുരാൻ സിനിമ വളരെ ചർച്ച ചെയ്ത് തിയേറ്ററിൽ ഓടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് വളരെയേറെ ഒരു പ്രധാനപ്പെട്ട കാര്യം എനിക്ക് സംസാരിക്കാനുണ്ട്. വേറൊന്നുമല്ല, ഇപ്പോൾ ലോകമെമ്പാട് ലഹരി ആയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് വീടിനടുത്തുള്ള ഒരു വ്യക്തി MDMAക്ക് അടിമപ്പെട്ട് കിടക്കുന്ന എന്നുള്ള ഒരു അവസ്ഥയാണ് എനിക്കിപ്പോൾ അറിയപ്പെടുന്നത്. അദ്ദേഹത്തെ എനിക്ക് നല്ല സംശയമുണ്ട്. നേരം വെളുക്കുമ്പോ തുടങ്ങും അവന്റെ ഉണ്ടാക്കിയ ഒരു വ്ലോഗ്. പട്ടി ഇനി എൻ്റെ മോൻ ബൈക്ക് എടുത്ത് തെണ്ടാൻ പോവും. എവിടെ പോയി കാണുന്നില്ലല്ലോ. ആ വന്നല്ലേ. എന്താ എനിക്ക് പറയാനുള്ളത്? ഞാനന്ന് പറഞ്ഞ കാര്യം. ഏത് കാര്യം? അല്ല, തനിക്കെന്നെ ഇഷ്ടമാണോ അറിയാൻ. ഒന്നും കിട്ടിയില്ലേ അവിടെ? അതിനിപ്പോ നിനക്കെന്താ? ഓ, എനിക്കൊന്നുമില്ല. അല്ല, അയാൾക്ക് വേറെ ജോലിയൊന്നും ഇല്ലേ? ഇല്ല. നീ ഒരു കാര്യം ചെയ്യ്, എനിക്കൊരു ജോലി താ. ഞാനൊരു ജോലി തന്നാൽ ചെയ്യാവോ? തനിക്ക് സിനിമയിൽ അഭിനയിക്കാൻ പറ്റുമോ? ഏത്? നിന്റെ വ്ളോഗർ ഏട്ടൻ ചെയ്യുന്ന വ്ളോഗർ സിനിമയാണോ? ദേ, എൻ്റെ ചേട്ടൻ എന്തെങ്കിലും പറഞ്ഞാലുണ്ടല്ലോ, തനിക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ പറഞ്ഞാൽ മതി. ഓ ശരി. അല്ല, എന്താ ക്യാരക്ടർ? ഇതൊരു ഗേ ക്യാരക്ടറാ. താൻ നന്നായിട്ട് ആലോചിച്ചിട്ട് പറഞ്ഞാൽ മതി. ഞാൻ പറയുന്നതൊന്ന് കേൾക്കമ്മ. അവനിവിടെ ഇല്ല. ഞാൻ അവനോട് സാവധാനമല്ല ഒന്ന് പറഞ്ഞിട്ട്. പറ്റത്തില്ല പറ്റത്തില്ല പറ്റത്തില്ല. നിന്നെ അങ്ങനത്തെ ഒരു സിനിമയിൽ അഭിനയിപ്പിക്കാൻ താല്പര്യം എനിക്കില്ല. നീ ഇത് ചെയ്യാൻ പറ്റത്തില്ല. അവൻ്റെ നമ്പറിങ് എടുത്തേ, ഞാൻ വിളിച്ച് സംസാരിക്കാം. കാര്യമൊക്കെ ശരിയായി. ഇപ്പം ഇത്രയും സംസാരിച്ചിട്ട് നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ലേ? എൻ്റെ മോനെ ഇതിനകത്ത് അഭിനയിക്കാൻ എനിക്ക് താല്പര്യമില്ല. ഒരു കാര്യം ചെയ്യ്, ഇതിനകത്ത് എന്തെങ്കിലും രീതിയിൽ അവൻ്റെ ഒരു പേര് പോലും വരാൻ പാടില്ല. അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ അതിന് ഞാൻ നിയമ നടപടി സ്വീകരിക്കും. എൻ്റെ മോനെ ഒരു സ്വർഗ അനുരാഗിയാക്കി മാറ്റാൻ എനിക്ക് താല്പര്യമില്ല. ഉണ്ണി എന്നുള്ളൊരു പേര് പോലും ആ സിനിമയിൽ ഇനി കാണരുത്. അത് പോട്ടടാ.
അമ്മ പറഞ്ഞതൊന്നും കാര്യമാക്കണ്ട. ലക്ഷ്മി എന്നോട് നേരത്തെ പറഞ്ഞതാ, എനിക്ക് നിൻ്റെ സിനിമയോടുള്ള ഇഷ്ടം അറിയാമല്ലോ. ഞാൻ പറഞ്ഞിട്ടാ അവർ നിൻ്റെ അടുത്തൊന്ന് ചോദിച്ചത്. മറ്റുള്ളവർ എന്ത് വേണേലും പറഞ്ഞോട്ടെ, തീരുമാനം നിൻ്റെ ആയിരിക്കണം. ഇതിൽ തീരുമാനം എടുക്കേണ്ട നീയാണ്. ഇവിടെ നീ തീരുമാനം എടുക്കേണ്ടത് ഒരു അനിയനായിട്ടോ ഒരു മകനായിട്ടോ അല്ല, ഒരു നല്ല വ്യക്തിയായിട്ടായിരിക്കണം. നാളെ നീ ലക്ഷ്മിയോട് സംസാരിക്കണം. നിൻ്റെ മനസ്സിൽ എന്താണോ ശരിയെന്ന് തോന്നുന്നത് അത് നീ അവളോട് പറയണം. ചരിത്രത്തെ സൂക്ഷിച്ചു നിരീക്ഷിച്ചാൽ ഒരു കാര്യം നമുക്ക് മനസ്സിലാവും. എല്ലാ വലിയ പതനങ്ങൾക്ക് ശേഷവും മനുഷ്യർ പറയുന്ന വാക്യങ്ങളിൽ ഒരുപാട് കണ്ടുവരുന്ന 2 പ്രയോഗങ്ങളുണ്ട്. ചെയ്യാമായിരുന്നു, ചെയ്യണമായിരുന്നു, കുഡ് ഹാവ്, ഷുഡ് ഹാവ്. ലക്ഷ്മി, ഞാൻ ഒരു കാര്യം പറയാനാണ് വന്നത്. താൻ എന്ത് പറയാനാ? ഇന്നലെ തന്നെ തൻ്റെ അമ്മ എല്ലാം പറഞ്ഞതല്ലേ. ഞാൻ വന്നത് എൻ്റെ അമ്മ പറഞ്ഞതൊന്നും തിരിച്ചു പറയാനല്ല. ഞാൻ വന്നത് എനിക്ക് സമ്മതമാണ്. ശരിക്കും? അതെ, ശരിക്കും. അല്ല, എന്താ നമ്മുടെ സിനിമയുടെ പേര്?